ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിലാണ്. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻഭാഗത്തുള്ള ഹാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിന് ഓഡിറ്റോറിയം എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് കൃപാസനം ഉടമ്പടി എടുക്കേണ്ടത്, അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഈ ഹാളിന് ഓഡിറ്റോറിയം എന്നാണ് പറയുന്നത്. ഓരോ പ്രത്യേക സ്ഥലത്തെയും ഓരോ നമ്പർ ഇട്ടാണ് വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത്. ഓഡിറ്റോറിയത്തിന് 11-ാം നമ്പർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വലതുഭാഗത്തായിട്ട് 12-ാം നമ്പർ എന്നെഴുതിയിട്ടുള്ള ഒരു കൗണ്ടർ കാണാം. അവിടെ നിന്നാണ് നമുക്ക് കൃപാസനം നേർച്ച വസ്തുക്കളായ കാശുരൂപം, മാതാവിൻ്റെ ഫോട്ടോ, തേൻ, ഉപ്പ്, വെഞ്ചിരിച്ച ജപമാലകൾ എന്നിവ ലഭിക്കുന്നത് അവിടെ നിന്നാണ്. അതിന് കൗണ്ടർ നമ്പർ 12 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തപ്പെടുത്തി നമ്പർ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അതാത് നമ്പർ പ്രകാരമുള്ള അക്കൗണ്ടുകളിൽ ചെന്നാൽ മതിയാകും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്പർ ഇട്ട് വേർതിരിച്ചിരിക്കുന്നത്. ഈ ഹാളിൻ്റെ മുന്നിലായിട്ട് ഒരു സ്റ്റേജ് കാണാം. ആ സ്റ്റേജിൽ പരിശുദ്ധ മാതാവിൻ്റെ വലിയ ഒരു തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ നാം കാണുന്നത് അതാണ്. അവിടെ കുറച്ച് പേർ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ, അതായത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദക്ഷിണമായിട്ട് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണമുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ പ്രദക്ഷിണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുന്നതെങ്കിൽ ഈ ഹാളിന് പിൻഭാഗത്തായിട്ട്, അതായത് മെയിൻ ഹാളിൻ്റെ വലതു ഭാഗത്തായിട്ട് കുറേ കൗണ്ടറുകൾ കാണാൻ സാധിക്കും. ഓരോ കൗണ്ടറിന് നമ്പർ ഇട്ടിട്ടുണ്ട്. 1-ാം നമ്പർ കൗണ്ടറിന് മെയിൻ ഹാൾ എന്നാണ് പറയുന്നത്. 2-ാം നമ്പർ കൗണ്ടർ, അവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർക്ക് ഉടമ്പടി ടോക്കൺ ലഭിക്കുന്നത്. അവിടെ നിന്നാണ് ഉടമ്പടി ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ആ കൗണ്ടറിൻ്റെ മുകളിൽ 2-ാമത്തെ നിലയിൽ ഒരു ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത്, അതിനുശേഷം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ്സാണത്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടമ്പടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്, അതിനെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ കിട്ടാനാണ് അങ്ങനെ ഒരു ക്ലാസ് അവിടെ കൊടുക്കുന്നത്. നാം ഇപ്പോൾ കാണുന്നത് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഉടമ്പടി പേടത്തിനടുത്തേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നതാണ്. ഇവരെല്ലാവരും തന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തവരാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആയിട്ട് മെയിൻ ഹാളിലുള്ള ഉടമ്പടി പേടത്തിനടുത്തേക്ക് പോകുന്നത്.
അപ്പോൾ നാം പറഞ്ഞു വന്നത്, 2-ാം നമ്പർ കൗണ്ടറിൽ നിന്നും ടോക്കൺ എടുത്തതിന് ശേഷം അതിന് മുകളിൽ 2-ാം നിലയിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം താഴെ 6-ഉം 7-ഉം നമ്പർ കൗണ്ടുകളിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി നേർച്ച തിരികൾ നമുക്കവിടെ നിന്ന് ലഭിക്കും. ആ നേർച്ച തിരികൾ വാങ്ങിയതിന് ശേഷമാണ് ഈ ഹോളിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് ഇവിടെ നിന്നും പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പേടത്തിനടുത്തേക്ക് പോകുന്നത്. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉടമ്പടി പേടത്തിനടുത്തേക്ക് പോകുന്ന പ്രദക്ഷിണമാണ്. ഇപ്പോൾ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദക്ഷിണമായിട്ട് പോകുന്നത്. നാം ഇപ്പോൾ കാണുന്ന വലതു ഭാഗത്തുള്ള ഓഫീസ്, അവിടെ കുറച്ച് വ്യക്തികൾ ലൈനായിട്ട് നിൽക്കുന്നത് കാണാം. അത് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ കണ്ട് പ്രാർത്ഥിച്ച് തലയിൽ ബ്ലെസ്സിങ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലൈൻ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ മെയിൻ ഹാളിൻ്റെ മുൻഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അവിടെയും ഒരു മാതാവിൻ്റെ രൂപം കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ മാതാവിൻ്റെ മുന്നിൽ നിന്നും പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പേട അടുത്തേക്ക് വിശ്വാസികൾ പോകുന്നുണ്ട്. ഇത് ഈ അടുത്ത് തുടങ്ങിയതാണ്. ഇവിടെ നിന്ന് ഉടമ്പടി പേടത്തിനടുത്തേക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദക്ഷിണമായിട്ട് പോകുന്നത്. മുൻപ് അങ്ങനെയായിരുന്നില്ല. ചിലപ്പോൾ 30-40 പേരുണ്ടാവും. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പ്രദക്ഷിണമായിട്ട് പോയിരുന്നത്. അപ്പോൾ മെയിൻ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് പ്രദക്ഷിണം ആരംഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 5 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് നിജപ്പെടുത്തിയതിനാൽ 2 ഭാഗത്തു നിന്നും ഉടമ്പടി പേടത്തിനടുത്തേക്ക് പ്രദക്ഷിണമായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് മെയിൻ ഹോളാണ്. നമ്പർ 1 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മെയിൻ ധ്യാന കേന്ദ്രമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നത്. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ പറയുന്നതും ഈ മെയിൻ ഹാളിൽ വെച്ച് തന്നെയാണ്. നമുക്കിപ്പോൾ അവിടെ കാണാം യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം. അതിനടുത്ത് തന്നെ കൃപാസന മാതാവിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ കാണാം. അതിനടുത്തായിട്ടാണ് ഉടമ്പടി പേടകം സ്ഥാപിച്ചിട്ടുള്ളത്. അവിടേക്കാണ് ഉടമ്പടി പ്രദക്ഷിണമായിട്ട് ഭക്തജനങ്ങൾ വരുന്നത്. 2004 ഡിസംബർ 7-ാം തീയതി ഈ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ഭക്തജനങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ടത് മുതൽ ഇന്നോളം ഈ ദേവാലയത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസവും അതിന് ശക്തി ചൈതന്യം പകരുന്ന വിധം ദിവസവും അനേകം സാക്ഷ്യം നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും. ഉടമ്പടി ശരിയായ രീതിയിൽ നാം നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതൊരു പക്ഷേ വലിയ കടബാധ്യതയായിരിക്കാം, രോഗാവസ്ഥയായിരിക്കാം, ജോലിയില്ലാത്ത അവസ്ഥയാകാം, മാനസിക സംഘർഷം നിമിത്തമുള്ള പ്രശ്നങ്ങളാവാം, സ്ഥല വിൽപ്പനയോ വീട് വിൽപ്പനയോ, പരീക്ഷകളിൽ വിജയിക്കാതെ വരുന്ന അവസ്ഥകളിലോ, അങ്ങനെ ഒന്നും വേണ്ട. ഒരു വ്യക്തി ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുവോ അവർക്ക് ഒരു അത്താണിയായിട്ട് ഈ ദേവാലയത്തിൽ പരിശുദ്ധ
അമ്മ മാതാവ് കുടികൊള്ളുന്നു എന്നുള്ളതാണ് വാസ്തവം. നാം ഇപ്പോൾ കാണുന്നത് ദിവ്യാരാധന ചാപ്പലാണ്, നിത്യാരാധന ചാപ്പൽ. ഈ ചാപ്പലിനും ഉള്ളിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ അവരുടെ ഉടമ്പടി നിയോഗ പത്രിക സമർപ്പിക്കുന്നത് ഈ ചാപ്പലിനുള്ളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. അതിനു മുൻപായിട്ട് അവർക്കും ഒരു പ്രത്യേക ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള കൂപ്പൺ കൗണ്ടർ നമ്പർ 3 നിന്നാണ് ലഭിക്കുക. ആ കൂപ്പൺ വാങ്ങിയതിന് ശേഷം ഒരു നിശ്ചിത സമയത്ത് ആ കൗണ്ടറിൻ്റെ മുകളിൽ 1-ാം നിലയിൽ അവർക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതിന് ശേഷമാണ് അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃപാസനം തൈലം വാങ്ങി ഈ കാണുന്ന നിലവിളക്കിൽ അല്പം ഒഴിച്ച് തിരി കത്തിച്ചതിന് ശേഷം നിത്യാരാധന ചാപ്പലിൽ അവർ ഉടമ്പടി പ്രത്യക്ഷണ പ്രാർത്ഥനയും പ്രതിജ്ഞയും ചൊല്ലി ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തവർക്കും പുതുക്കുന്നവർക്കും വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ഉടമ്പടി പത്രിക സമർപ്പിക്കാനുള്ള സ്ഥലം. ഞാനിപ്പോൾ മെയിൻ ഹാളിന് അടുത്തുള്ള കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് അടുത്ത് വന്നിരിക്കുകയാണ്. ഈ മാതാവിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് മഞ്ഞ നിറത്തിലുള്ളൊരു ബോക്സ് കാണാം. അതാണ് ഉടമ്പടി പേടകം എന്ന് പറയുന്നത്. അതിന് തൊട്ടുപുറത്തായിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ അവിടെ 7 നിലവിളക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ അവിടെ നിന്ന് ലഭിക്കുന്ന കൃപാസനം ഉടമ്പടി തൈലം അല്പം ഒഴിച്ച് നിലവിളക്കിൽ തിരി ഒന്ന് തെളിയിച്ചതിന് ശേഷം കൃപാസനം പ്രതിജ്ഞയും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി പേടത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നു. കേരളത്തിൽ ഇവിടെ മാത്രമാണ് ഉടമ്പടി എടുത്തുകൊണ്ടുള്ള ധ്യാനം നടക്കുന്നത്. ഉടമ്പടിയുടെ പ്രത്യേകത വളരെ വേഗത്തിൽ തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള അനേകം ഭക്തജനങ്ങളുടെ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം നിലവിളക്കിൽ തിരിതെളിച്ച് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന അവസരമാണ് ഈ കാണുന്നത്. അതിനുശേഷം ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി പത്രിക നിക്ഷേപിച്ച് മടങ്ങിപ്പോകുന്നു. ഓരോ ദിവസവും അനേകം ഭക്തജനങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കാരണം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇവിടെ കുടികൊള്ളുന്നു എന്ന് ഓരോ ഭക്തജനങ്ങളും വിശ്വസിക്കുന്നു. നാം ഇപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് 2004 ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലുള്ള ഒരു തിരുസ്വരൂപം ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുള്ളതാണ്. ഈ മാതാവിൻ്റെ തിരുസ്വരൂപം സിൽവർ ഗ്രേ കളറിൽ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നത്തോടു കൂടിയുള്ള രൂപത്തിലാണ് ഈ മാതാവിൻ്റെ പൂർണ്ണകായ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിലായിട്ട് വെഞ്ചരിച്ച മണ്ണ് ലഭിക്കുന്ന ഒരു ഭാഗം കാണാം. അവിടെ നിന്ന് മണ്ണ് അല്പം ശേഖരിച്ച് ഭക്തജനങ്ങൾ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം. വീട് വിൽപ്പന, സ്ഥല വിൽപ്പന നടക്കാതെ വിഷമിക്കുന്നവർക്ക് ഈ മണ്ണ് ആ സ്ഥലത്ത് നിക്ഷേപിച്ച് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചാൽ സ്ഥല വിൽപ്പനയോ വീട് വിൽപ്പനയോ വളരെ വേഗത്തിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. നാം ഇപ്പോൾ കാണുന്നതാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള കൗണ്ടർ 2-ാം നമ്പർ. അതിന് തൊട്ടടുത്ത് തന്നെ 3-ാം നമ്പർ കൗണ്ടർ കാണാൻ സാധിക്കും.
കൃപാസനം ഉടമ്പടി വീണ്ടും പുതുക്കുന്നവർക്ക് ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് 6 7 നമ്പർ കൗണ്ടറുകളിൽ നിന്ന് കൃപാസന നേർച്ച തിരികെ ലഭിക്കും. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് 4 5 കൗണ്ടറുകളിൽ നിന്നാണ് ഉടമ്പടി തിരികെ ലഭിക്കുന്നത്. മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ കുടികൊള്ളുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ഒരു അത്ഭുത കിണറാണ്. ആ കിണറിന് മുകളിൽ ഒരു കൽഭരണിയുടെ രൂപം നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ഒരു ടാപ്പും കാണാൻ സാധിക്കും. അത് അത്ഭുത കിണറിലെ വെള്ളമാണ് ആ ടാപ്പിലൂടെ ലഭിക്കുന്നത്. ഇത് പല ഭക്തജനങ്ങളും നേർച്ചയായിട്ട് ഈ വെള്ളം കുടിക്കുകയും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നാം ഇപ്പോൾ കാണുന്നത് 6 7 നമ്പർ കൗണ്ടറുകളാണ്. അവിടെ അതാത് കൗണ്ടറിന് മുകളിൽ എന്തെല്ലാം സേവനങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു കൺഫ്യൂഷൻ കൂടാതെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്ത് പോകുവാനായിട്ട് സാധിക്കും. ഒരു ദിവസം 3 ക്ലാസ്സുകളാണ് ഉടമ്പടി എടുക്കുന്നവർക്കും പുതുക്കുന്നവർക്കായിട്ടുള്ളത്. ആ നിശ്ചിത സമയങ്ങളിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഇത് VP ജോസഫ് അച്ഛൻ എഴുതിയിട്ടുള്ള അനേകം പുസ്തകങ്ങളിൽ ചിലതാണ്. അവ വാങ്ങുവാനുള്ള സൗകര്യം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. കൃപാസന മാതാവിൻ്റെ ശക്തമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാം. തെക്കു നിന്നും വടക്കു നിന്നും വരുന്ന എല്ലാ KSRTC ബസ്സുകളും ഈ ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നുണ്ട്.